തിങ്കളേ. നീ എന്തൊക്കെയാ പറയണേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അല്ലേ നിങ്ങളല്ലേ? നിങ്ങളുടെ അമ്മയുടെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്യും നിങ്ങളല്ലെന്ന്. നീ മാറിക്കേ. മനു നില്ല്. പറ മനു, നീ അല്ല ചെയ്തതെന്ന് പറയട മോനെ. അയാളാണത് ചെയ്തത്. ഇതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? കുട്ടിക്കാലം തൊട്ടേ നിങ്ങൾക്ക് എന്റെ കണ്ണീര് കാണുന്നതായിരുന്നു സന്തോഷം. എന്നോട് ചെയ്തത് പോട്ടെ, എന്റെ അച്ഛനും അമ്മയും ഞങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളുടെ വീട് മരണ വീടിന് തുല്യമാക്കി, നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലാക്കി, ആളുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തല മുമ്പിട്ട് നിൽക്കേണ്ടി വന്നു. എന്റെ അച്ഛൻ ചങ്ക് പൊട്ടി ആ മനുഷ്യനെ ഒരു ഹൃദ്രോഗിയാക്കി നാടും വീടും വിട്ട് ഓടിപ്പോകാൻ ഒരുങ്ങിയതാവേ. ഇത്രയും ദ്രോഹിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എന്നെ ചതിച്ചത്? നിങ്ങൾ എന്റെ അച്ഛനും അമ്മയും സ്വന്തം മോനെ പോലെയല്ലേ കണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ തോന്നി? ഞാനൊരു മണ്ടിയാണെന്ന് നിങ്ങൾ കരുതിയോ? എല്ലാവരുടെയും മുന്നിൽ കല്യാണം മുടങ്ങിപ്പോയ പെണ്ണിനെ കെട്ടി വലിയ ത്യാഗി ചമഞ്ഞു നിങ്ങൾ. പക്ഷെ ഇവിടെ വെച്ച് ഈ നിമിഷം നിങ്ങളും ഞാനുമുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ഇനിയും നിങ്ങളുടെ ഭാര്യയായി ജീവിച്ചാൽ ഗോവിന്ദമാഷിയുടെ മോള ഈ ലച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മോളെ പോവല്ലേ മോളെ. എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അവൾ അവിടെ നിന്നും പടിയിറങ്ങിയെങ്കിലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധം ഒരു ജീവൻ അവളിൽ ഉടലെടുത്തു കഴിഞ്ഞിരുന്നു. മോളെ, ആ വാതിലൊന്ന് തുറക്ക്. അവിവേകം ഒന്നും കാണിക്കാതെ. അച്ഛാ, നമ്മളെ ചതിച്ചതാ അച്ഛാ. ചതിക്കുമായിരുന്നു. എനിക്ക് അയാളെ വേണ്ട. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ഞാനിനി അങ്ങോട്ട് പോയില്ല. മോളെ, എൻ്റെ മോളെല്ലാം മറന്ന് അങ്ങോട്ട് വരണം. അവൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതല്ലേ. മോള് മാപ്പ് കൊടുക്ക്. ഇല്ല, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല. അത് ഞാൻ ഉറപ്പിച്ചതാ. വാവേ, വാതിലൊന്ന് തുറക്ക്. എനിക്ക് സംസാരിക്കണം. പോ ഇവിടെ. വാവേ, ഒരു മിനിറ്റ്. എനിക്ക് ഒന്ന് സംസാരിച്ചാ മതി നിന്നോട്. എനിക്കൊന്നും കേൾക്കണ്ട. അടുത്ത പുതിയ കള്ളക്കഥയായി വന്നേക്കുന്നു. ഇറങ്ങിപ്പോ. എനിക്ക് നിങ്ങൾ കാണണ്ട. എന്താ മോളെ, എന്ത് പറ്റി? അറിയില്ല, തല കറങ്ങുന്നു. ഇതിപ്പോ എന്താ പറ്റി? നേരെ ചോയ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി, പിന്നെ തല കറങ്ങാതിരിക്കോ? വാ, എഴുന്നേക്ക്, അകത്ത് പോയി കിടക്കാം. വൈകിട്ട് അച്ഛൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ആ വിവരം എല്ലാവരും അറിഞ്ഞു. ഉമക്കത്തിൽ പറഞ്ഞ പോലെ ലച്ചു മച്ചിയല്ലെന്ന് ലോകമറിഞ്ഞു. പക്ഷേ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു. ഇനി സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് കുഞ്ഞിനെ വേണ്ട. എനിക്ക് അബോർഷൻ ചെയ്യണം. അയാളെ പോലെ ചതിയന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട. മോളെ, നീ എന്തായി പറയുന്നേ? ലച്ചു, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് നല്ല ബോധമുണ്ടോ? ഉണ്ട്, നല്ല ബോധമുണ്ട്. നിങ്ങൾ ആരും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അയാളെ അറിയിക്കേണ്ട ആവശ്യമില്ല. മോളെ, അവനോട് ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞു. മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഓരോരുത്തരെ നേർച്ചയും കാഴ്ചയായി നടക്കുന്നു. നീ അങ്ങ് ക്ഷമിക്കും മോളെ. അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ ഇപ്പൊ ഈ കുഞ്ഞിനെ ഓർത്ത് നീ ക്ഷമിക്ക്. സ്വന്തം മോനായതുകൊണ്ട് ക്ഷമിക്കാൻ നിങ്ങൾ പറയുന്നു. മാളുവിന്റെ കല്യാണം ഞാൻ ഇതുപോലെ മുടക്കിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമായിരുന്നോ? വാവേ, എന്താ ജയിച്ച സന്തോഷാണോ? ഇനി ഞാൻ നിങ്ങളുടെ കാൽക്കീഴിൽ കിടക്കുമെന്ന് കരുതിയോ? നിങ്ങൾക്ക് തെറ്റി. എന്താ വാവേ നീ പറയുന്നേ? നമ്മുടെ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞോ? ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ കുഞ്ഞാണെന്ന്. വാവേ, എന്താ നിനക്ക് പറ്റിയേ? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ കൊല്ല. അതിന് നിങ്ങളുടെ സമ്മതം ഞാൻ ചോദിച്ചോ? ഈ കുഞ്ഞ് മരിച്ചാലും ജീവിച്ചാലും അത് എന്റെ കുഞ്ഞായിട്ടായിരിക്കും. അവകാശം സ്ഥാപിക്കാൻ ആരും വരണ്ട. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അതിന് ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുന്നു. ഇനി നിന്റെ കാലേ വീഴണോ ഞാൻ? അതിനും ഞാൻ തയ്യാറാണ്. തൊട്ടു പോകരുത് തന്നെ. പിന്നീട് പലതവണ മനു ലച്ചുവിനോട് മിണ്ടാൻ ശ്രമിച്ചു. ഓരോ തവണയും
അവളെ കൊണ്ടാവുന്നത്രയും ക്രൂരമായി മനുവിനെ വേദനിപ്പിച്ചു. മനുവിനോട് കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മനുവിന്റെ കുഞ്ഞിനെ കൊല്ലാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. മോളെ, ഞങ്ങൾ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞ നിനക്ക് ആരുണ്ട്? നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ അച്ഛൻ അറിയാം. അവനെ വേണ്ടെന്ന് നീ വാശിക്ക് പുറത്തു പറയുന്നതാണ്. നീ മനുവിനോട് ക്ഷമിക്കണം. നിനക്ക് ചിലപ്പോ അവന് വേണ്ടായിരിക്കും, പക്ഷെ നിന്റെ കുഞ്ഞിനൊരു അച്ഛൻ വേണ്ടേ? നിനക്ക് എന്നോടുള്ള പോലെ തന്നെ സ്നേഹം ആ കുഞ്ഞിന് അവനോടുണ്ടാകും. അതുപോലെ അവനെ തിരിച്ചു. നീ അവനെ കുഞ്ഞിൽ നിന്ന് അകറ്റിയാൽ നാളെ ആ കുഞ്ഞിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നീ തലകൊമ്പിട്ട് നിൽക്കേണ്ടി വരും. അവൻ ചെയ്ത തെറ്റിന് പകരമായി അവൻ തന്നെ നിന്നെ കല്യാണം കഴിച്ചില്ലേ? അവനത് ചെയ്യാതിരുന്നെങ്കിലോ? മോളെ, വഴക്കും പിണക്കവും ഒക്കെ മറന്നേക്ക്. അവൻ വന്ന് വിളിക്കുമ്പോ കൂടി ചെല്ലേ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? പെൺകുട്ടികളായ ഇത്ര അഹങ്കാരം പാടില്ല. വളർത്ത ദോഷം. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അച്ഛൻ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുക. അങ്ങ് കൊണ്ട് ആക്കി കൊടുക്കണം. ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്ന എന്തിനാ? മനു ലച്ചുവിനെ ചതിക്കുകയായിരുന്നുവെങ്കിലും ലച്ചു മനുവിനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു. മനുവിനെ വേദനിപ്പിച്ചെങ്കിലും മനുവിനെ മറക്കുവാൻ വെറുക്കുവാനും അവൾക്ക് കഴിഞ്ഞില്ല. ഏട്ടാ, ഈ ഏട്ടനൊക്കെ പോയി? ഇത് ഇത് ഏട്ടാ. എന്താ മോളെ? ഏട്ടാ, എന്താ ഇത്? ഏട്ടൻ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? മോളെ, പറ്റിയില്ല. ഏട്ടന് പറ്റിയില്ല മോളെ. ഏട്ടാ, അയ്യോ എന്റെ ഏട്ടൻ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ഏട്ടാ. എത്രമാത്രം വേദനിച്ച എന്റെ ഏട്ടൻ. എന്തൊരു കോലമാണ് ഏട്ടാ ഇത്. മാളു എനിക്ക് പറ്റണില്ലടാ. അവളില്ലാതെ ഞാൻ മരിച്ചു പോകും. എന്ത് ചെയ്യൂടാ ഞാൻ? കരയാതെ ഏട്ടാ, ഞാൻ അവളോട് സംസാരിക്കാം. കരയാതെ. ലച്ചു, ആ നീയോ? വാ ലച്ചു, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ലച്ചു, നീ എന്റെ ഏട്ടനെ കണ്ടു? എന്ത് കോലമാണ്. നിനക്ക് ക്ഷമിച്ചൂടെ? പാവില്ല എന്റെ ഏട്ടൻ. നീ ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യാത്തതെന്താ? മനുവേട്ടന് പറയാനുള്ളതെങ്കിലും കേൾക്കാനുള്ള മനസ്സ് നീ കാണിക്കേ. ഇത് ആ ഡയറിയല്ലേ? അതെ, നീ ഇതൊന്ന് മുഴുവനായി വായിച്ചു നോക്ക്. മനുവേട്ടന്റെ പഴയ ഡയറിയാ. മനുവേട്ടൻ അറിയാതെ ഞാൻ എടുത്തോണ്ട് വന്നതാ. ഇന്ന് അവളുടെ വിവാഹ നിശ്ചയമായിരുന്നു. ഞാൻ അയച്ച കത്ത് കിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും അവളെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. അവൾ അവന് സ്വന്തമാകുന്നത് കാണാൻ ഞാൻ ഉണ്ടാകില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നതാ. പെട്ടെന്ന് ഒരുത്തം വന്ന് അവൻ്റെതാക്കി കൊണ്ടുപോയാൽ ഒന്നുകിൽ ഞാൻ ചാകണം, അല്ലെങ്കിൽ അവനെ എനിക്കിപ്പോ നാന്ത് പിടിക്കുന്നു. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ സമനില തെറ്റിപ്പോകും. കുട്ടിക്കാലത്ത് അവളോട് വഴക്ക് കൂടാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ദേഷ്യം വരുമ്പോ അവളുടെ മൂക്ക് ചുവന്നു വരും. അത് കാണാൻ ഒരു ഭംഗിയാണ്. ഞാൻ എപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ എന്നെ ശ്രദ്ധിച്ചില്ല. വീട്ടേക്കിന് ചേരാൻ പോകുന്നതിന് മുൻപ് അവളോടെല്ലാം തുറന്നു പറയാൻ പോയതാണ്. അന്ന് ഞാൻ അവളുടെ കൂട്ടുകാരിയാണ് സ്നേഹിക്കുന്നതെന്ന് വിചാരിച്ച് നട റോഡിൽ വെച്ച് എന്നെ അപമാനിച്ചു. ഒരുപക്ഷെ അന്ന് എനിക്കത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹോസ്റ്റലിലായിരുന്നപ്പോ എല്ലാ വെള്ളിയാഴ്ചയും തിരക്കിട്ടോടി വീട്ടിലേക്ക് വന്നത് അവളെ കാണാനുള്ള കൊതി കൊണ്ടായിരുന്നു. ചെന്നൈയിലും ജോലിക്ക് പോകാതിരുന്നതും അവളെ വിട്ടു പോകാൻ വയ്യാത്തത് കൊണ്ടാണ്. ഗോവിന്ദമാഷിനോട് ഞാൻ കെഞ്ചി പറഞ്ഞതാണ് അവളെ എനിക്ക് തരാൻ. ജോലി ഇല്ലാത്തതുകൊണ്ട് പറ്റില്ലെന്ന് മാഷ് തീർത്തു പറഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ അവളെ നഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ ഈ ലോകത്തുണ്ടാവില്ല. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. അവളുടെ വിവാഹം നടക്കുന്ന ദിവസം ഞാൻ ഈ ലോകം വെടിയും. പക്ഷെ അന്നെങ്കിലും വാവേ, നീ അറിയണം ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. മഴ നനവേൽക്കും പൂക്കളായി മിഴീണ എറിയണ നോക്കുകൾ, മടിയിലുറങ്ങും രാവിലോ തൂവൽ മഞ്ഞൊഴിഞ്ഞു നമ്മെ.
ചേരുന്നോ ജീവനേ. മാളു, ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അച്ഛൻ എന്നോട് ഇതൊന്നും പറഞ്ഞിരുന്നില്ല. അന്ന് നീയും ആനന്ദമായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഏട്ടൻ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല. കാരണം നിന്നെ അത്രത്തോളം മനുവേട്ടൻ സ്നേഹിക്കുന്നുണ്ട്. ഇനിയും നീ പിണങ്ങിയിരിക്കരുത്. നിന്നെ ഒരു നോക്ക് കാണാൻ അവിടെയും ഇവിടെയും നിന്ന് എത്തി നോക്കുന്നത് കാണുമ്പോ സങ്കടം വരും. പാവല്ലേടി, നീ അങ്ങ് വാ. ഞാൻ വരാം. ഞാൻ മനുവേട്ടൻ വരുമ്പോ ഇങ്ങോട്ട് പറഞ്ഞു വിടട്ടെ? വേണ്ട, ഞാൻ വന്നോളാം. മനുവേട്ടൻ വരുമ്പോ ഞാൻ അവിടെ ഉണ്ടാകും. അച്ഛാ, മനുവേട്ടൻ എന്നെ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചായിരുന്നു. മോൾ അറിഞ്ഞത് സത്യം തന്നെയാ. അവൻ എന്നോട് നേരത്തെ നിന്നെ ചോദിച്ചിരുന്നു. അവന് ജോലിയൊന്നും ആകാത്തോണ്ട് പറ്റില്ലെന്ന് ഞാൻ തന്നെയാ പറഞ്ഞേ. ആർക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു അച്ഛാ. ഞാൻ വിചാരിച്ചത് മനുവേട്ടൻ എന്നെ ചതിക്കായിരുന്നു എന്നാണ്. ഞാൻ എന്തുമാത്രം ആട്ടി ഓടിച്ചു, വേദനിപ്പിച്ചു, എന്തുമാത്രം വേദനിച്ചു കാണും ഈശ്വര. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ പോവാ. ഞാൻ മനുവേട്ടന്റെ അടുത്തേക്ക് തിരിച്ചു പോവാ. നന്നായി മോളെ, അത് തന്നെയാ നല്ലത്. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. മനുവേട്ട, ഓമലേ നീ എന്നീണമായി എന്നോട് പൊറുക്ക് മനുവേട്ട, എന്നോട് ക്ഷമിക്കും. വാവേ, കരയല്ലേ പൊന്നെ. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. നീ ഇങ്ങ വന്നല്ലോ, അത് മതി ഏട്ടന്. അങ്ങനെ അവരുടെ പിണക്കം തീർന്നു. ഒരു പിണക്കം കഴിഞ്ഞപ്പോൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാർമേഘം മാറിയ പോലെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എനിക്ക് വല്ലാത്ത വേദന. കാലിലൊക്കെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. വാവേ, എന്തു പറ്റി? ഇല്ല ഇല്ല വാവേ, വാവേ ഒന്നുമില്ല നിനക്ക്. മിസ്റ്റർ മനു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓപ്പറേഷൻ ഉടനെ വേണ്ടി വരും. ഡോക്ടറെ, എനിക്ക് മനുവേട്ടനെ കാണണം. എന്നെ ഒന്ന് കാണിക്കോ? മനുവേട്ട, ഞാൻ മരിച്ചു പോയാലും സാരമില്ല. നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം. പിന്നെ എന്റെ അച്ഛനെ അമ്മേനെ നോക്കിക്കൊള്ളണം. എന്റെ മനുവേട്ടൻ വിഷമിക്കല്ലേ? വാവേ, ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിരിക്കേ. എന്തു പറ്റി മനുവേട്ട? എന്തിനാ ഇങ്ങനെ കരയണേ? എന്താ ഉണ്ടായത്? എന്റെ കുഞ്ഞിനെ കാണിക്കേ. എന്റെ കുഞ്ഞിനെ. വാവേ, നമ്മുടെ കുഞ്ഞ് പോയി. വാവേ, നമ്മുടെ കുഞ്ഞ് പോയി. എന്താ കുഞ്ഞു പോയെന്നോ? എന്തൊക്കെ മനുവേട്ടൻ പറയണ? അമ്മ കേൾക്കുന്നില്ലേ ഈ പറയുന്നത്? അമ്മേ, എന്റെ കുഞ്ഞില്ലേ അമ്മേ? അമ്മേ, എന്റെ പൊന്നു മോളെ, അവൻ പറയുന്നതെന്തോ സത്യവാ. ഞാൻ പറഞ്ഞതല്ലേ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ? പറഞ്ഞതല്ലേ. എന്നെ ഒന്ന് കാണിക്കാത്തത് എന്താ? എനിക്കെന്റെ കുഞ്ഞിനെ കാണാം. മനുവേട്ടൻ, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്നോട് പിടിക്ക്. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നി വാവേ. എല്ലാവരും കരച്ചിൽ തന്നെ. പതിയെ ആ സത്യം ലച്ചു മനസ്സിലാക്കി. ലച്ചുവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയിരിക്കുന്നു. പുതിയ പരീക്ഷണം. ആശുപത്രിയിൽ കിടന്നിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് ലച്ചുവിനെ വീട്ടിലേക്ക് മാറ്റി. കുറച്ചുകാലം ചികിത്സ ചെയ്താൽ
പഴയ പോലെയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്നുകളും മന്ത്രങ്ങളും നേർച്ചകളുമെല്ലാം മുറയ്ക്ക് ചെയ്തു. മനു ലച്ചുവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിചരിച്ചു. 1 വർഷം കഴിഞ്ഞു. ഒരു മാറ്റവും ഉണ്ടായില്ല. മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് മോൾക്ക്? മോളെ, അമ്മ വേറൊരു കാര്യം കൂടി പറയാനാണ് വന്നേ. എൻ്റെ മോളെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. പക്ഷേ നിന്റെ അവസ്ഥ നിനക്കറിയാലോ മോളെ. മനു അവനൊരാണല്ലേ. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ കാത്തിരിക്കണേ? ഈ തറവാട്ടിലെ ഒരേ ഒരു ആൺതരിയല്ലേ. അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? മോളെ, മനുവിനെ കൊണ്ട് നീ മറ്റൊരു വിവാഹം കഴിക്കാൻ സമ്മതിപ്പിക്കണം. മോള് പറഞ്ഞാലേ അവൻ കേൾക്കൂ. ഞാൻ മനുവേട്ടൻ ഞാൻ പറയാം അമ്മേ മനുവേട്ടനോട്. അമ്മ വിഷമിക്കണ്ട. വാവേ, എന്തായി വാവേ? ഇപ്പൊ കുറവില്ലേ നിനക്ക്? കുറവുണ്ട് മനുവേട്ട. ഇന്ന് ഓഫീസിൽ നമ്മുടെ സുമേഷിന്റെ ചെലവായിരുന്നു. അവന് 2ാമത്തെ കുട്ടി ഉണ്ടായതിന്റെ എല്ലാരും കൂടി കളിയാക്കി ആകെ. നീ ഒന്ന് കാണേണ്ടതായിരുന്നു അവന്റെ മുഖം. മനുവേട്ടനും വേണ്ടേ ഒരു കുഞ്ഞ്? പിന്നെ വേണ്ടേ? നീ എന്താ അങ്ങനെ ചോദിക്കണേ? ഞാനൊരു കാര്യം പറഞ്ഞ മനുവേട്ട സാധിച്ചു തരോ? വാവക്ക് എന്താ വേണ്ടേ? എന്ത് വേണേലും സാധിച്ചു തരാം. എന്നാ മനുവേട്ടൻ വേറൊരു കല്യാണം. വാവേ നിർത്ത്. അമ്മ ഇന്നിവിടെ വന്നല്ലേ? മനുവേട്ടൻ എനിക്ക് വാക്ക് തന്നതാ, സാധിച്ചു തരാന്ന്. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ഇതൊഴികെ നിന്റെ സ്ഥാനത്ത് ഞാനാണ് വയ്യണ്ടായി കിടന്നിരുന്നെങ്കിൽ നീ വെറുതെ കിട്ടുമായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. മനുവേട്ടൻ മറ്റൊരു കല്യാണത്തിന് തയ്യാറാകണം. എനിക്ക് മനുവേട്ടന്റെ കുഞ്ഞുങ്ങളെ കാണണം. വാവേ, എനിക്ക് നിന്നിൽ നിന്നാണ് എന്റെ കുഞ്ഞുങ്ങളെ കാണേണ്ടത്, അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ നിന്നല്ല. എന്നെ കൊണ്ട് ഇനി അതൊന്നും സാധിച്ചു തരാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് മനുവേട്ടനെ കേട്ടതല്ലേ. ചത്ത ശവം കണക്കെ ഈ ജീവിതം ജയിച്ചു തീർക്കാനാണ് എന്റെ വിധി. മനുവേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കണം. നിർത്ത്. ഞാൻ ഒരിക്കലും അതിന് തയ്യാറാവുന്ന സ്വപ്നത്തിൽ കൂടി നീ കരുതണ്ട. അമ്മേ, അമ്മേ. എന്താടാ, എന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? അമ്മ ഇന്ന് വാവയെ കാണാൻ പോയാർന്നോ? പോയി. നിങ്ങൾക്ക് കണ്ണീച്ചോറുണ്ടോ? മോനെ, നിനക്കും വേണ്ടേടാ ഒരു ജീവിതം. ഞങ്ങൾക്ക് കൊതിയില്ലേ നിന്റെ കുഞ്ഞിന്? മിണ്ടരുത്. ഇനി ഈ കാര്യം എന്റെ മുമ്പിൽ പറഞ്ഞ ഇനി വാവില്ലെങ്കിൽ പിന്നെ ഞാനില്ല, അതോർത്തോ. മോനെ മനു, ഞാൻ ഇന്നലെ ഇവിടെ വന്ന് നിന്നോട് കല്യാണക്കാരൻ പറഞ്ഞെന്നും പറഞ്ഞ് മനു ഇന്നലെ അവിടെ വലിയ മേളമായിരുന്നു. അതൊന്നും സാരമില്ല, മോള് പറഞ്ഞ അവൻ കേൾക്കും. എന്നോട് ഒരാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിവൃത്തിയില്ലാത്തൊരു കുടുംബത്തിലെ കുട്ടിയാ, അതുകൊണ്ടാണ് 2ാം വിവാഹമാണേലും അവർ സമ്മതിച്ചത്. ഇനി അവനും കൂടി സമ്മതിച്ചാൽ മതിയായിരുന്നു. ഞാൻ സമ്മതിപ്പിച്ചോളാം, അമ്മ വിഷമിക്കണ്ട. വാവേ, നീ എന്താ ആഹാരം കഴിക്കാതെ? മരുന്ന് കഴിക്കേണ്ടതല്ലേ? എനിക്ക് വേണ്ട.